ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതീവ ശ്രദ്ധയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. മഹ്ശറയിൽ കെട്ടിക്കിടക്കും പണ്ട് വിജയം വരെ വലതുപക്ഷത്തിനാണോ അതല്ല ഇടതുപക്ഷത്തിനാണോ എന്നുള്ള വിഷയത്തിൽ മഹ്ശറയിൽ ഒരു പരക്കം വാശ. അതായത് ജനങ്ങൾ മൊത്തം 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഖറബീങ്ങൾ. ഇതാ ആഖിറത്ത് സൂറത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് അസ്ഹാബുൽ മുഖറബീൻ. രണ്ടാമത്തേത് അസ്ഹാബുൽ മൈമൻ. മൂന്നാമത്തേത് അസ്ഹാബുൽ മശ്അമ. അതിൽ അസ്ഹാബുൽ മുഖറബീൻ എന്ന് പറയുന്നത് അമ്പിയാക്കളൊക്കെ ആ വകുപ്പിലാണ്. അവർ അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ സാമീപ്യം നേടിയവരാണ്. അതുകൊണ്ട് ഉന്നതമായ പദവി അവർക്കാണ് ലഭിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, പിൻഗാമികളിൽ അധിക സത്യവിശ്വാസികളും അസ്ഹാബുൽ മൈമനയിലായിരിക്കും, വലതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് അസ്ഹാബുൽ മശ്അമ അല്ലെങ്കിൽ അസ്ഹാബു ഷിമാൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ നരകത്തിലേക്കാണ്. ആദ്യ 2 വിഭാഗം സ്വർഗത്തിലും മൂന്നാമത്തെ വിഭാഗം നരകത്തിലും. അപ്പൊ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു സന്ദർഭം, ഒരു ഹിസാബ് നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ ഏത് പക്ഷത്തായിരിക്കും? വലത് കയ്യിൽ കർമ്മരേഖ ലഭിച്ചാൽ വലതുപക്ഷം, അപ്പൊ സ്വർഗത്തിലേക്കാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട നമ്മുടെ കർമ്മരേഖ രജിസ്റ്റർ ഇടത് കയ്യിലാണോ ലഭിക്കുന്നത്, അവരാണ് ഇടതുപക്ഷം എന്ന് ഖുർആൻ പറയും. നരകത്തിലേക്ക്. അപ്പൊ നമ്മൾ മുഖറബീങ്ങളാകാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ അസ്ഹാബുൽ മൈമനയിലെങ്കിലും നമ്മൾ പെടും. ഒരു മുഖ്യമന്ത്രിയൊന്നും സ്ഥാനമൊന്നും കിട്ടില്ല എങ്കിലും കിടക്കട്ടെ, വിദ്യാഭ്യാസമോ വ്യവസായമോ അതൊക്കെ വലിയ സംഭവമാണല്ലോ. എന്നതുപോലെ സഹോദരൻ ഇവിടെ എന്നതുപോലെയല്ല. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നലെ ഉറങ്ങാത്ത ആളുകളുണ്ട്, തീരെ ഉറക്ക് വരാം. എനിക്കുണ്ടാവും ആര് ജയിക്കണം ആര് ജയിക്കരുത് ഒരു ആകാംക്ഷ, കാര്യങ്ങളൊക്കെ ഒരു ജിജ്ഞാസയൊക്കെ ഞാനടക്കം എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിഷയത്തിൽ എത്രമാത്രം ജാഗ്രതയും ആശങ്കയും നെഞ്ചിടിപ്പും സഹോദര നമുക്കുണ്ട്. എന്നാൽ ഇതിലേറെ വലിയൊരു പ്രശ്നം നമുക്ക് വരാൻ പോകുന്നുണ്ട്. തന്റെ സ്വഭാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അള്ളാന്റെ തിരുദൂതർ തന്റെ പിതൃവ്യനടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയതുപോലെ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു സന്ദർഭം നമുക്ക് വരാനുണ്ട്. അന്ന് വിജയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അഭിമാനമുള്ള വിജയം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സമുദായത്തിന് വിജയം നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇപ്പൊ സുബഹി ബാങ്ക് വളരെ നേരത്തെ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരത്തെ നിർത്തുന്നൊരവസ്ഥയും ഉണ്ടാവും. ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ, ഇന്നത്തെ അവസ്ഥ എന്താ അറിയില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇനി ടി വിയുടെ മുന്നിലായിരിക്കും. പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണ്. ഏതായിരുന്നാലും നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷൈഖുൽ അംബിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് അവരിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് ഘട്ടം അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല നൂഹു റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി, നാഥ, എന്റെ നാഥ, ഇന്നഹും അസൗനി, അവർ ഈ ജനത എന്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ്, അതിനെ ലംഘിക്കുകയാണ്.
ഇക്കൂട്ടർ എന്റെ കൽപ്പനയെ ലംഘിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇവർ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. وَاتَّبَعُوا مَن لَّمْ يَزِدْهُ مَالُهُ وَوَلَدُهُ إِلَّا خَسَارًا. സമ്പത്തും സന്താനങ്ങളും നഷ്ടാധിക്യം മാത്രം നൽകിയ ഒരു വിഭാഗത്തെ നേതാക്കന്മാരെ ഈ ജനത പിൻപറ്റുകയാണ്. സമ്പത്ത് കാരണം, സന്താനങ്ങൾ കാരണം നൂഹ് നബിയുടെ ജനതയിലെ ശത്രുക്കളുടെ ഒട്ടേറെ നേതാക്കന്മാർ വല്ലാതെ നഷ്ടം മാത്രമാണ് അവർക്കുള്ളത്. ആ ജനത ആ സമ്പത്തുള്ളവരെ, കൂടുതൽ സന്താനങ്ങളുള്ളവരെ, അവരെ മാത്രം പിൻപറ്റും. ഞാൻ കൊടുക്കുന്ന സന്ദേശം അവർ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം സങ്കടം പറയും. അല്ലാഹുവേ, അവർ വമ്പിച്ച കുതന്ത്രങ്ങൾ മെനയുന്നു. അവർ ഞാൻ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും വലിയ കുതന്ത്രങ്ങൾ അവർ മെനയുകയാണ്. അദ്ദേഹം അള്ളാഹുവോട് സങ്കടം ബോധിപ്പിക്കുന്നു. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് ഉള്ള 5 മക്കളുണ്ടായിരുന്നു. വദ്, സുവാഴ്, യഊസ്, യഊഖ്, നസ്ർ. നല്ല സ്വാലിഹീങ്ങളും അള്ളാഹുവിനിക്ക് വളരെയധികം ആരാധിക്കുന്നവരുമായിരുന്നു ഈ 5 പേർ. അതുകൊണ്ട് പൊതുവെ ജനങ്ങൾക്ക് അവരോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവർ വളരെ സൂക്ഷ്മമായി അള്ളാഹുവിനെ ആരാധിച്ചു. അതിന് വദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ, ആദം നബിയുടെ മകനാണ്. അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ആ ഇഷ്ടപ്പെടുന്ന ജനങ്ങളിലേക്ക് ഇബ്ലീസ് ഒരു ചിന്തത്തോടുത്ത് എങ്ങനെയെങ്കിലും പഴപ്പിക്കാൻ നോക്കി. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന വദ്ദിനെ നിങ്ങൾ കോർക്കാൻ നല്ലൊരവസരമുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിൽ മെഴുകുകൊണ്ടും മറ്റും അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കുക. അദ്ദേഹത്തിന്റെ ഒരു രൂപം പള്ളിയിൽ ഉണ്ടാക്കി വച്ചാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക്, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ്. ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അവർക്ക് തോന്നി, ആ ജനതയ്ക്ക് തോന്നി അത് നല്ലൊരു സംഗതിയാണ്. അങ്ങനെ ആദം നബിയുടെ ഈ മകന്റെ ഒരു പ്രതിമ ഇവർ പള്ളിയിൽ ഉണ്ടാക്കി വെച്ചു. ആരാധിക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത മകൻ മരിച്ചു, മറ്റൊരു മകൻ മരിച്ചു, സുവാൾ. അതേപോലെ ഇബ്ലീസ് പ്രേരിപ്പിച്ചു പ്രതിമയുണ്ടാക്കാൻ. അങ്ങനെ ഈ പറയപ്പെട്ട 5 മക്കളും മരിച്ചപ്പോൾ ആ നല്ല മനുഷ്യരുടെ പ്രതിമകൾ പള്ളിയിൽ വന്നു. കാലം കുറെ മുന്നോട്ട് പോയി. പള്ളിയിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വരുന്ന ആളുകൾ, നല്ല മനുഷ്യർ, ഈ പ്രതിമകളെ കാണുമ്പോൾ അവർ നേരത്തെ ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യരെങ്ങനെ ഓർക്കുന്നു. ഒരു തലമുറ കഴിഞ്ഞപ്പോൾ, അതായത് ആദം നബിയുടെ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരാനുണ്ടായ ആ വരുന്ന സമയത്തുള്ള സാഹചര്യം, അന്നുള്ള ആളുകൾക്ക് ഇബ്ലീസ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത്, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ച ദൈവങ്ങളാണിത്, അല്ലെങ്കിൽ പള്ളിയിൽ വരില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെ ആരാധിക്കണം എന്ന് ഇബ്ലീസ് പ്രേരിപ്പിച്ച് ദുർബോധനം ഇട്ടുകൊടുത്തു. അപ്പോൾ ആളുകൾ ചിന്തിച്ചു, ശരിയാണ്, പള്ളിയിൽ ഇങ്ങനെ വരണമെങ്കിൽ അത് ആരാധിക്കാൻ വേണ്ടിയാകും. അങ്ങനെയാണ് വിഗ്രഹാരാധന ലോകത്ത് തുടങ്ങിയത്. അപ്പോൾ ആ വിഗ്രഹാരാധന ശരിയല്ല എന്ന് പറയാനാണ് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. നിങ്ങൾ ഈ ആരാധിക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ധാരാളം സമ്പത്തും കാര്യങ്ങളുള്ള നേതാക്കന്മാർ അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശം, അതാണ് അടുത്ത ആയത്തിൽ വരുന്നത്. അള്ളാഹു പറയുന്നത്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വയഊഖ വനസ്ര. വഖാലു, അവർ പറഞ്ഞു, അതായത് നേതാക്കന്മാർ അനുയായികളോട് പറഞ്ഞു കൊടുക്കുക, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഈ നൂഹ് വന്ന് പറയുന്നു എന്നതുകൊണ്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കണ്ട.
പ്രത്യേകിച്ച് വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ, വദ്ദിനെ ആരാധിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. വലാ സുവാഅ, സുവാഅ എന്ന വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണ്ട. വലാ യഗൂസ വയഊഖ വനസ്ര, യഗൂസിനും യഊഖിനും നസ്റിനും ആരാധിക്കുന്നത് നിങ്ങൾ നിർത്തരുത്, ഉപേക്ഷിക്കരുത്. നൂഹ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇതൊക്കെ നമ്മുടെ ദൈവങ്ങളാണ്, ഇതൊക്കെ നല്ല മനുഷ്യന്മാർ കഴിഞ്ഞു പോയതാണ്, അവരുടെ പേരുകളാണ്, എന്നിട്ട് ഇവർ അതിനാണ് ആരാധിക്കുന്നത്. നേതാക്കന്മാര് പറഞ്ഞു കൊടുക്കുകയാണ്, നൂഹ് എന്തെങ്കിലും പറയട്ടെ, നിങ്ങൾ അതിനൊന്നും ആരാധിക്കണ്ട, നിങ്ങൾ ആരാധന നിർത്തരുത്, ഉപേക്ഷിക്കരുത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അള്ളാഹു എടുത്തു ധരിക്കുന്നു, വഖദ് അളല്ലൂ കസീറാ, അല്ലാഹുവേ ഇവർ ധാരാളം ആളുകളെ പിഴപ്പിച്ചിരിക്കുന്നു. വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാലാ, അതുകൊണ്ട് അതിക്രമകാരികൾക്ക് വഴികേടിനെയല്ലാതെ നീ വർദ്ധിപ്പിക്കരുത്. പോകുന്ന സ്ഥലത്തേക്ക്, തെളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇവർ തയ്യാറല്ല, എന്നാ പിന്നെ പോകുന്ന വഴിക്ക്. നൂഹ് നബി അള്ളാഹുവോട് ദുആരക്കാണ്, ഈ അതിക്രമകാരികൾക്ക് നീ വഴികേടിനെയല്ലാതെ നീ വർദ്ധിപ്പിക്കരുത്. എത്ര കാലമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? വളരെ മാന്യമായ രൂപത്തിൽ അവരെ വിളിച്ചിട്ട് ഇവർ സ്വീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ ഇനി രക്ഷല്ല. അള്ളാഹു പറയുന്നത് മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ, അവരുടെ തെറ്റ് കാരണം അവർ മുഖ്യ നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലൂ നാറാ, അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസ്വാറാ, അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായിയെയും അവർ എത്തിച്ചില്ല. അള്ളാഹു തആല ആ ജനതയെ ഒന്നടങ്കം മുഖ്യ നശിപ്പിച്ചു. ആ മുഖ്യ നശിപ്പിക്കാൻ നൂഹ് നബി ഇങ്ങനെ ദുആയിരുന്നു. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഖാല നൂഹ് റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. എന്റെ നാഥാ, നൂഹ് നബി പറഞ്ഞ സന്ദർഭം ഓർക്കണം. അള്ളാഹു കഥ പറഞ്ഞു തരുന്നു. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, അല്ലാഹുവേ ഭൂമുഖത്ത് സത്യനിഷേധികളിൽ നിന്ന് ഒരാളെയും നീ അവശേഷിപ്പിക്കല്ലേ, ഒരാളെപ്പോലും ഭൂമുഖത്ത് നീ ബാക്കിയാക്കല്ല, മുഴുവനും നശിപ്പിക്കണം. ഇന്നക ഇൻ തദർഹും, അല്ലാഹുവേ നീ അവരെ നശിപ്പിക്കാതെ വിട്ടാൽ യുളില്ലു ഇബാദക, നിന്റെ അടിമകളെ പഴപ്പിച്ചു കളയും അവർ. കുറച്ചാളുകൾ നന്നായവരുണ്ട്, ഒരു 80 ആളുകൾ, അവരെയും കൂടി ഇവർ പഴപ്പിക്കും. വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറാ, സത്യനിഷേധികളെയല്ലാതെ അവർക്കല്ലാതെ ഇവർ നീ ജന്മം നൽകില്ല. ഇവരിനി പ്രസവിക്കുന്നതും സത്യനിഷേധികളെ മാത്രം. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഇവരൊക്കെ മോശക്കാരാണെങ്കിലും ഭാവിയിൽ ഒരു നല്ല കൂട്ടർ വരും എന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഉള്ള ആളുകളെയും കൂടി ഇവർ പഴപ്പിക്കും. പടച്ചവനെ ഒരൊറ്റൊന്നിനെ ബാക്കിയാക്കല്ലേ, ഒറ്റൊന്നിനെ ജീവനോട് കൊടുത്ത് വിടല്ലേ എന്ന് അദ്ദേഹം അള്ളാഹുവോട് ദുആയിരുന്നു. നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളൊക്കെ റഹ്മത്തിന് വേണ്ടി ഓരോ നബിമാരുടെ അരികിലേക്കും ചെല്ലുക. അങ്ങനെ ഓരോ നബിമാരുടെ അരികിലും ചെല്ലുമ്പോൾ നൂഹ് നബി എന്താ പറയാറ്? ആദം നബി സ്വീകരിക്കൂല, നൂഹ് നബിയിലേക്ക് റെഫർ ചെയ്യും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഞാൻ എൻ്റെ കാര്യത്തിൽ പേടിയിലാണ്, ഞാൻ എൻ്റെ ജനതയ്ക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്, ആ കാര്യത്തിൽ പേടിയിലാണ്. നഫ്സി നഫ്സി നഫ്സി, എൻ്റെ സ്വന്തം ശരീരം. നിങ്ങൾ ഇദ്ഹബൂ ഇലാ ഗൈരി ഇദ്ഹബൂ ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ അരികിൽ നിന്ന് പോയി. അപ്പോൾ ശ്രദ്ധിക്കണം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഞാൻ എൻ്റെ കാര്യത്തിൽ പേടിയില്ല, എൻ്റെ റബ്ബ് വല്ലാത്ത ദേഷ്യത്തിലാണ്, കോപത്തിലാണ്, എൻ്റെ അടുത്തൊരു വീഴ്ച വന്നതുപോലെ. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ജനതയ്ക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. ഈ കഥകളെല്ലാവരും കേട്ടിരിക്കും. ആ ദുആ ഇതാണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, അല്ലാഹുവേ ഭൂമുഖത്ത് ഒരുത്തനെയും നീ അവശേഷിപ്പിക്കല്ല നാഥാ, മുഴുവനും നശിപ്പിക്കണം. അത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, പടച്ചോനെ അപ്പൊ ആദം നബി ചെയ്തൊരു നൂഹ് നബി ചെയ്തൊരു തെറ്റാണോ? അല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദുആ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. 2 കാരണത്താൽ. ഒന്ന്, 950 കൊല്ലാണ് സത്യത്തിലേക്ക് അവരെ ക്ഷണിച്ചത്. 950. എന്നിട്ട് ആകെ കിട്ടിയത് 80 ആളുകൾ.
ഇറാഖിലെ മൊസൂളിനടുത്ത് സമാനീൻ എന്ന് പറയുന്നൊരു നഗരം ഇന്നുണ്ട്. ഈ 80 ആളുകൾ താമസിച്ച സ്ഥലമാണത്, സമാനീൻ. അത് ഇന്നും അങ്ങനെ അറിയപ്പെടും. ഇവിടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കൂ നിങ്ങൾ, എത്ര ക്ഷമ കൈകൊണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷമ ഒരു സംഭവമല്ലേ. 9.5 മാസമല്ല, 9.5 കൊല്ലല്ല, 9.5 നൂറ്റാണ്ടാണ് സഹോദര അദ്ദേഹം പ്രബോധനം ചെയ്ത്. 950 കൊല്ലം. നമ്മളൊക്കെയാണെങ്കിൽ ഒരു ദിവസം വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ പോയി പണി നോക്കട്ടെ ഇതായിരുന്നു. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും എല്ലാ നിലക്കും ക്ഷമിച്ചു. ഒരു നിലക്കും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴല്ലേ ഇത് വരുന്നത്. ഒരു നിലക്ക് അദ്ദേഹം യാതൊരു തെറ്റും ആ വിഷയത്തിലില്ല. മറ്റൊന്ന്, തന്റെ ഈ ജനത ഒരിക്കലും ഇനി നന്നാവില്ല എന്നുള്ള സന്ദേശം അള്ളാഹു കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അതുവരെ അദ്ദേഹം കരുതിയതെന്താ, ഇവര് മോശക്കാരാണെങ്കിലും ഭാവിയിൽ നല്ല ആളുകൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ നബിയും സ്വീകരിച്ചത്. നിങ്ങൾക്കറിയില്ലേ, തോയിഫിന്റെ മണ്ണിൽ നിന്ന് കല്ലേറുകൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്, ഇവർ മോശക്കാരാണെങ്കിൽ ഇവരുടെ മക്കൾ നന്നാവാൻ സാധ്യത. അങ്ങനല്ലേ, ദീർഘവീക്ഷണാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ സംബന്ധമായിട്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് ശ്രദ്ധിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ. ഇതാണ് നൂഹ് നബി ദുആർക്കുള്ള കാരണം. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ഈ സംബന്ധമായിട്ട് പറയുന്നത് വഊഹിയ ഇലാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് വഹ്യ് നൽകപ്പെട്ടു, ദിവ്യബോധനം നൽകപ്പെട്ടു. സന്ദേശം എന്താണ്? അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക. ഓ നൂഹ് നബി, അങ്ങയുടെ ജനതയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കില്ല. ഇല്ലാ മൻ ഖദ് ആമൻ. ആ വിശ്വസിച്ചവരല്ലാതെ ഒരു 80 ചില്ലാനം ആളുകൾ കിട്ടിയില്ലേ, അവരല്ലാതെ ഒരു കുട്ടിയും ഇനി എന്താവില്ല, വിശ്വസിക്കില്ല. ഉറപ്പായല്ലോ. വലാ തബ്തയിസ് ബിമാ കാനൂ യഫ്അലൂൻ. ഓ നൂഹ് നബി, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ താങ്കൾ ഒരിക്കലും ദുഃഖിതനാകണ്ട. ഇപ്പൊ താങ്കളുടെ കൂടെ സത്യം വിശ്വസിച്ച, ഇസ്ലാം സ്വീകരിച്ച ആ ചെറിയ വിഭാഗം, അവരല്ലാതെ ഇനി അവരെ കൂട്ടത്തുനിന്ന് ആരും ഇസ്ലാം സ്വീകരിക്കില്ല. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ ഒരു ബോധനം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയപ്പോ നന്ദി രക്ഷല്ല, ഇനിയുള്ള ആളുകളും പോയാലോ. അതുകൊണ്ടാണ് അദ്ദേഹം ദുആ ചെയ്തത്. സൂറത്ത് നൂഹിൽ കൂടുതൽ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചപ്പോ എന്ത് ചെയ്തു? ഒറ്റവാക്കിൽ പറഞ്ഞു, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു, അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു. അല്ലാഹു തആല ഖുർആനിൽ നൂഹ് സൂറത്തിൽ പറയുന്നത് മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ. അവർ ചെയ്ത പാപങ്ങൾ കാരണം അവർ മുഖ്യ നശിപ്പിക്കപ്പെട്ട വെള്ളത്തിൽ അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. രണ്ടർത്ഥണ്ടതിന് ഒരു മുഖ്യ നശിപ്പിക്കപ്പെട്ടു, പോലെ നരകത്തിൽ കടത്തിയെന്നാണ് ഒരു അഭിപ്രായ പ്രകാരം. പ്രളയത്തിന്റെ ശേഷം ശക്തമായ അഗ്നിബാധയുണ്ടായി എന്നാണ്. ആദ്യം വെള്ളപ്പൊക്കം 6 മാസം നീണ്ടു നിന്നു. അത് റജബ് 10 മുതൽ മുഹറം 10 വരെ. അതിന്റെ ശേഷം വെള്ളം താഴ്ന്ന് പിന്നീട് തീയും വന്നു എന്നാണ്. എന്നാൽ അതിന്റെ പ്രധാന അർത്ഥം വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. ബർസഖിയായ ലോകത്ത് ഖബർ ശിക്ഷ, ഖബർ വേണമെന്നില്ല, മറവ് ചെയ്യണമെന്നില്ല. ഇനി ഭസ്മമാക്കി വെള്ളത്തിൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞാലും ശരി, ബർസഖിയായ ലോകത്ത് ആത്മാവിനെ വെച്ച് കരിക്കാൻ അല്ലാഹു കഴിയും. ഖബറിലെ ശിക്ഷ എന്നുള്ളതിന്റെ രേഖയും കൂടിയാണ്. കാരണം അല്ലാഹു തആല സൂറത്ത് നൂഹിൽ പറയുന്നത് അവർ ചെയ്ത പാപങ്ങൾ കാരണം അവർ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു.
ഫഉദ്ഖിലൂ നാറാ. നോക്കൂ, ഫഉദ്ഖിലൂ നാറാ, അവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവിടെ അഗ്നി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ബർസഖിയായ ലോകത്തുള്ള ശിക്ഷയാണ്, ഖബർ ശിക്ഷയാണ്. നാളെ പരലോകത്ത് വെച്ച് നരകാഗ്നി നമുക്ക് ലഭിക്കും. അതിന്റെ മുമ്പ് ഒരു നരകാഗ്നി അള്ളാഹു നൽകുന്നുണ്ട്, ഖബറിലാണ്. നേർക്ക് നേരെ കാണാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു തആല ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാവട്ടെ. സഹിക്കാൻ കഴിയില്ല. തബാറക സൂറത്തെല്ലാം പതിവാക്കണം. ഇൻഷാ അല്ലാഹ് സൂറത്തെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒറ്റവാക്കിൽ പറഞ്ഞത് ഒരു മുഖ്യ നശിപ്പിക്കപ്പെട്ടെന്നാണ്. പക്ഷെ ആ ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ് നൂഹ് നബിയോട് അള്ളാഹു തആല ചില കൽപ്പനകൾ നടത്തി. അത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് പറയാം. നോക്കൂ, അള്ളാഹു തആല നൂഹ് നബിയോട് ഒരു നിലക്കുനി അവർ നന്നാവൂലെന്ന് ഉറപ്പായല്ലോ, അതോടുകൂടെ അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചു: واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. സൂറത്ത് നൂഹിൽ അവർ നശിപ്പിക്കപ്പെട്ടത് പെട്ടെന്നാണ് പറയാം. ഹൂദ് സൂറത്തിൽ ഒരല്പം വിശദീകരിക്കണം അല്ലാഹു, സംക്ഷിപ്തമായിട്ടല്ല, സവിസ്തരം. എന്താ പറയുന്നത്? അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, അവർക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, വസ്നഇൽ ഫിൽക ബിഅയ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ താങ്കൾ ഒരു കപ്പൽ നിർമ്മിക്കണം. വഹീനാ, നമ്മുടെ ബോധനം വഴിയും. അപ്പൊ നൂഹ് നബി സ്വന്തം നിലക്കല്ല ഒന്നും ചെയ്യുന്നത്. അള്ളാഹു പറയുന്നത്, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിനും താങ്കൾ ഒരു കപ്പൽ പണിയണം. വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ, ആ അതിക്രമകാരികളായ ജനതയുടെ വിഷയത്തിൽ താങ്കൾ എന്നോട് ഇനി സംസാരിക്കരുത്. നന്നാവൂല അവർ. അതുകൊണ്ട് വേഗം ഒരു കപ്പലുണ്ടാക്കിക്കോളും. തീർച്ചയായിട്ടും അവർ മുഖ്യ നശിപ്പിക്കപ്പെടുന്നവരാണ്. നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നൂഹ് നബിക്ക് സന്ദേശം കൊടുത്തു, വേഗം അതിനുള്ള പണി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു, കപ്പലുണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മലയുടെ മുകളിലാണ് കപ്പലുണ്ടാക്കിയത്. കപ്പലിന്റെ പണി തുടങ്ങി. ഫുൾ തേക്ക് മരത്തിലാണ് ആ കപ്പലുണ്ടായത്. ഏകദേശം ഒരു 50 മുഴം ഏകദേശം അതിന്റെ വീതി ഉണ്ടായിരുന്നു. ഒരു 30 മുഴം ഉയരവും. അതാണ് ബലപ്പെട്ട അഭിപ്രായം. 300 മുഴം നീളവും. ആ കപ്പലിന്റെ അവസ്ഥ ആലോചിച്ചോ, എത്ര വലുപ്പുണ്ടാവും? 1 മുഴം എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടല്ലോ. 30 മുഴം എന്ന് പറഞ്ഞാൽ 3 നിലക്ക് കണക്കാക്കിയതാണ്. ഹിംസ്രജന്തുക്കളും വന്യമൃഗങ്ങളും ആക്രമണ സ്വഭാവമുള്ള എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകൾ, ഒരു ജോഡി അടിയിലെ നിലയിൽ അവരെ കയറ്റാനാണ്. പിന്നെ നമ്മളോട് ഇണക്കമുള്ള ജീവികളുണ്ട്, ആടൊക്കെ അങ്ങനെയുള്ള. അങ്ങനെയുള്ള ജീവികളൊക്കെ നടുവിലെ തട്ടിലും 80ഓളം വരുന്ന സത്യവിശ്വാസികൾ ഏറ്റവും മുകളിലെ നിലയിൽ. അങ്ങനെ 3 നിലയിൽ. അതിനാണ് 3 നില ഉണ്ടാക്കി. ഫുൾ തേക്ക് മരത്തിലായിരുന്നു. ചില തഫ്സീറുകളിൽ കാണാം 1.25 ലക്ഷം അംബിയ മുർസലുകളുടെ എണ്ണം അനുസരിച്ചുള്ള തേക്കിന്റെ പലകകൾ ഉണ്ടായിരുന്നു. ഈ കപ്പലിന്റെ പണി മുകളിൽ നടക്കുമ്പോൾ, ഈ മലമുകളിൽ നടക്കുന്ന സമയത്ത് ഇവർ വല്ലാതെ പരിഹസിച്ചു. എന്താ കാരണം? മലന്റെ മുകളിൽ സാധാരണ കപ്പല് മലന്റെ മുകളിലൂടെ പോകലല്ലോ. ഇവർ വല്ലാതെ കളിയാക്കി. അല്ലെങ്കിൽ തന്നെ അവർ കളിയാക്കാൻ വളരെയധികം മുമ്പന്മാരായിരുന്നു. ഖുർആൻ അത് സംബന്ധമായിട്ട് പറയുന്നു, വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി സഖിറൂ മിൻഹു ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. ഇവർ കമന്റ് അടിക്കാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയണം, വയസ്നഉൽ ഫുൽക, കപ്പൽ നിർമ്മാണം അത് നടക്കുന്നു. വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി, നൂഹ് നബിയുടെ ജനതയിലുള്ള സംഘം അതിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം സഖിറൂ മിൻഹു, അവർ പരിഹസിക്കുന്നു നൂഹ് നബിയെ. ചിലർ പറയും, അല്ല നൂഹേ, മലയുടെ മുകളിലൂടെയാണോ കപ്പൽ പോകുന്നത്? നൂഹ് നബി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നുള്ള രൂപത്തിൽ മൈൻഡ് ചെയ്യില്ല. ഇവരങ്ങനെ കളിയാക്കും. ചിലര് കമന്റ് അടിക്കുന്നത്, പണ്ടൊക്കെ പ്രവാചകന്മാര് പ്രബോധനം ചെയ്യായിരുന്നു, ഇപ്പോൾ പ്രവാചകന്മാർക്ക് മരപ്പണിയാണ്, കുതിരാക്കാണ്, ആശാരിപ്പണി. ഞാനിതിന്റെ നേരെ പരിഭാഷ പറയാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതാണ് അള്ളാഹു ഈ പറയുന്നത്.
وكلما مر عليه ملأ من قومه سخروا منه. അവര് ആ ജനതയിൽ നിന്നുള്ള സംഘം ആ കപ്പൽ നിർമ്മിക്കുന്നതിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം അവർ പരിഹസിക്കുന്നു. ഖാല, അവൻ നൂഹ് നബി ഒറ്റ വാക്കിന് മറുപടി കൊടുത്തു. അള്ളാഹു പറയുന്നു, ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ നമ്മെ പരിഹസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ നാമും പരിഹസിക്കുന്നതാണ്. നിങ്ങളിപ്പോ നമ്മളെ കളിയാക്കും, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ള അവസരം ഉണ്ടാവും. ഈ അടുത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ മഹാരാഷ്ട്രയിൽ ബാപ്പുറാവു എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ദലിത് വർഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുത്തപ്പോൾ അതിനെ ഉയർന്ന ജാതിക്കാരെല്ലാവരും കൂടി കളിയാക്കി. ഭാര്യ സങ്കടം പറഞ്ഞിട്ട് ഭർത്താവിനോട് പറയാം, ഇനി എങ്ങനെ വെള്ളമെടുക്കാൻ പോകും? ഈ ജാതീയത കൊടികുത്തി വാഴുന്നുണ്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ. ഈ കഴിഞ്ഞ വാരത്തിൽ നടന്ന സംഭവമാണല്ലോ. ഒരു മാസം മുമ്പ് ഈ ബാപ്പുറാവ് എന്ത് ചെയ്തു? അയാൾക്കൊരു വാശിയായി. താഴ്ന്ന ജാതിയിൽ പെട്ടത് കൊണ്ടാണ് പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ പോലും പ്രയാസം. അതിന്റെ പേരിൽ തന്റെ പത്നി പ്രയാസപ്പെടുന്നു എന്ന് കണ്ടപ്പോ ഇയാള് ഒരു സാധുവായ ആളാണ്. കല്ലുകൾ നിറഞ്ഞ പാറകൾ നിറഞ്ഞ സ്ഥലത്താണ് ഇയാളെ വീട്. ഇയാളെന്ത് ചെയ്തു? സ്വന്തം ഒരു കിണർ കുഴിക്കാൻ തുടങ്ങി. അപ്പൊ ഉയർന്ന ജാതിക്കാർ ഇയാളങ്ങനെ കളിയാക്കും. എന്താ കാരണം? ഈ കല്ലുകൾ നിറഞ്ഞ ഈ മലമ്പ്രദേശത്ത് ഇയാൾ കിണർ കുത്തിയിട്ട് എന്താ കാര്യം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ വല്ലാതെ കളിയാക്കി. പത്രങ്ങളിലൊക്കെ വലിയൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നതാണല്ലോ. 40 ദിവസം അയാൾ ഒറ്റക്ക് കിണർ വെച്ചു. ഉയർന്ന ജാതിക്കാർ അതുവഴി പോകുമ്പോൾ ഇയാൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രൂപത്തിൽ നല്ലോണം പരിഹസിച്ചു. ഇയാൾ നിരാശപ്പെടാതെ കിണർ വെച്ചു. നല്ല വെള്ളം. അയാൾ വലിയ ഹാപ്പിയിലാണ്. കളിയാക്കിയ ആളുകളൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോയി. മാത്രല്ല, ഉയർന്ന ജാതിയിൽപ്പെട്ട പല ആളുകൾക്കും ഇപ്പൊ വെള്ളം ആ കിണറിൽ നിന്നാണത്. ഇയാൾ ആൺകുട്ടിയാണ്. ആ കിണറിൽ ഇറങ്ങി എന്നിട്ട് ഇയാൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. ചില പരിഹാസത്തിനൊക്കെ ഒരു തിരിച്ചടി വരാറുണ്ട്, ആർക്കും വരാറുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഇവിടെ വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നൂഹെ, മലന്റെ മുകളിലാണോ കപ്പല്? മലയിലൂടെയാണോ കപ്പല് പോകല്? വെള്ളത്തിലൂടെയല്ലേ? പ്രവാചകന്മാർക്കുള്ള പണി മരപ്പണിയാണോ ആശാരിപ്പണിയാണോ? നൂഹ് നബി ഏതായാലും ആശാരിപ്പണി ശരിക്കും പഠിച്ചു. കാരണം ജിബ്രീൽ എന്ന മലക്കാണ് പ്ലാൻ കൊടുത്തത്. എങ്ങനെങ്കിലും കാരണം കപ്പൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപം കിട്ടണല്ലോ. ഏതൊരു കാര്യം ഉണ്ടാക്കണമെങ്കിലും ആദ്യം ഐഡിയ വേണമല്ലോ. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം കപ്പൽ നിർമ്മിച്ചു. പടുകൂറ്റൻ കപ്പൽ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകദേശം 2 കൊല്ലങ്ങളെടുത്തു കപ്പലിന്റെ പണി പൂർത്തിയാകാൻ. 2 വർഷം. അപ്പൊ എത്ര വരെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ വല്ലാതെ പരിഹസിച്ചപ്പോൾ അവരോട് മറുപടി പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. وسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. അപമാനകരമായ ശിക്ഷ, ശാശ്വതമായ ശിക്ഷ, മഹാദുരന്തം ആർക്കാണ് വന്ന് ഭവിക്കുക എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഇവർ കളിയാക്കി, നൂഹേ നിനക്കായിരിക്കും ശിക്ഷ വരിക. അല്ലല്ല, ആർക്കാണ് നിന്ദ്യമായ അപമാനകരമായ ശിക്ഷ വരിക, അതുപോലെ ശാശ്വതമായ ശിക്ഷ ആർക്കാണ് വരിക, എല്ലാം നിങ്ങൾ അറിഞ്ഞുകൊള്ളും. അങ്ങനെ ഇവര് വല്ലാതെ കളിയാക്കി. കപ്പലിന്റെ പണിയൊക്കെ പൂർത്തിയായപ്പോ ഇനി അല്ലാഹു തആല അവരെ മുക്കിക്കൊല്ലുന്നതിന് അതിന് കണ്ട രീതി എങ്ങനെ അറിയോ? ഖുർആൻ ഇങ്ങനെ പറയുന്നത്, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തുൻ ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമൻ ആമൻ വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. നമ്മുടെ കൽപ്പന വരുന്നത് വരെ ആ പരിഹാസങ്ങളും കാര്യങ്ങളും നീണ്ടുനിന്നു. അള്ളാഹു പറയുന്നു, അടുപ്പ് ഉറവ പൊട്ടി. വെള്ളം ആദ്യം വന്നത് എവിടുന്ന? ഞങ്ങൾ അടുപ്പ് നിന്നാണ്.
അടുപ്പെന്നോ? നമ്മൾ ചിലപ്പോൾ ചില ചൂടായി പറയുമ്പോൾ പറയും അടുപ്പിലാണെന്ന് പറയും. ഇവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്തത് ആകാശത്തുനിന്ന് ആകാശത്തിന്റെ കവാടം തുറന്നിട്ട് അതിശക്തമായ പേമാര്. അടുപ്പിൽ സാധാരണ ചൂടുള്ള സ്ഥലമാണ്, വെള്ളത്തിന്റെ സാന്നിധ്യം തീരെ ഇല്ലാത്ത ഏരിയയാണ് അടുപ്പ് എന്ന് പറയുന്നത്. ആ അടുപ്പിന്ന് വെള്ളം വന്നതാണ്. അത് പഠിച്ചോന്റെ ഒരു കഴിവാണ്. അഗ്നിയെ അള്ളാഹു ഉണ്ടാക്കിയത് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. പച്ചമരത്തിൽ നിന്ന് അഗ്നിയെ ഉണ്ടാക്കിയ ആളാണ് അള്ളാഹു. പച്ചമരം എന്ന് പറയുമ്പോൾ ജലാംശം ഉണ്ടാവും ആ മരത്തിൽ. അള്ളാഹിന്റെ കഴിവാണ്. പച്ചമരം, ഓടകൾ, അതിൽ യഥാർത്ഥത്തിൽ ജലാംശമുണ്ട്. ആ പച്ചമരങ്ങൾ അന്യോന്യം ഉരസിയിട്ടാണ് ആദ്യം തീപ്പൊരി ഉണ്ടാക്കിയിരുന്നത്, തീ ഉണ്ടാക്കിയിരുന്നത്. വെള്ളമാകുമ്പോൾ തീയിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ജലാംശമുള്ള മരത്തിൽ നിന്ന് അള്ളാഹു തീയിനെ ഉൽപ്പാദിപ്പിക്കും. ഇതുപോലെ മരിച്ച ആളുകളെ എഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക് പണിയില്ല. ഇവിടെ നോക്കൂ സഹോദര, ഒരിക്കലും അങ്ങനെ ഒരു വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കാത്ത ജനതക്ക് അള്ളാഹു നൽകിയത് അതിശക്തമായ വെള്ളപ്പൊക്കം. അള്ളാഹു പറയുന്നത് അള്ളാഹു പറയുന്നു അടുപ്പുറവ പൊട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇസ്നൈൻ, എല്ലാ ജീവികളിൽ നിന്നും ഓരോ ജോഡികളെ ആ കപ്പലിൽ കയറ്റിക്കോളൂ. നൂഹ് നബിയെ അങ്ങയുടെ കുടുംബത്തെയും ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, ശിക്ഷയുടെ വചനം മുൻകടന്നവരൊഴികെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം എല്ലാവരും ശരിയായിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ശരിയായില്ല. ചരിത്രത്തിൽ 2 നബിമാരുടെ ഭാര്യമാരാണ് പിഴച്ചു പോയത്. ഒന്ന് നൂഹ്, 2 ഒരു നബി കൂടിയുണ്ട്, അതാരാ? ലൂത്ത് നബി. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാര് അവർ പിഴച്ചു പോയവരാണ്. അപ്പോ അവരുടെ മേലിൽ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അവരുടെ മേലിൽ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് അവരുടെ മേലിൽ അള്ളാന്റെ ശിക്ഷ ഉണ്ടെന്ന് അള്ളാഹ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഓല് രക്ഷപ്പെടൂല. അല്ലാത്തവരാ കപ്പലിൽ കയറ്റിക്കോളൂ. വമൻ ആമന, വിശ്വസിച്ച സത്യവിശ്വാസികളെയും, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറഞ്ഞ ആളുകളല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചത്. وقال اركبوا فيها بسم الله مجراها ومرساها. നമ്മൾ വിശദീകരിക്കുന്ന നൂഹ് സൂറത്തിൽ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം ഹൂദ് സൂറത്തിൽ പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. 41-ാമത്തെ വചനമാണ് ഇപ്പോ ഞാൻ ഓതി വെച്ചത്. وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم. അദ്ദേഹം തന്റെ വിശ്വാസികളായ ജനതയോട് പറഞ്ഞു, ഇർകബൂ ഫീഹാ, കേറിക്കോളൂ, എല്ലാവരും കപ്പലിൽ കയറിക്കോളും. അങ്ങനെ ആ കുറഞ്ഞ ആളുകൾ, പിന്നെ എല്ലാ ജീവികളിൽ നിന്നും ഓരോ ജോഡിയും മതി. അള്ളാഹു പറയുന്നത് ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ, ആ കപ്പൽ ചരിക്കുന്നതും അത് നിൽക്കുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാകുന്നു. ആ കപ്പൽ ചരിക്കുന്നതും കപ്പൽ നിൽക്കുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാകുന്നു. അതൊരു അത്ഭുതമാണ് ആ കപ്പലിന്റെ പോക്ക്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നറിയോ? വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി വനാദാ وهي تجري بهم في موج كالجبال. പർവ്വതങ്ങളെ പോലെയുള്ള പടുകൂറ്റൻ തിരമാലകളിലൂടെ ആ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കപ്പൽ സഞ്ചരിക്കണം, ആകണ വെള്ളമായി. ആകാശത്ത് ഭയങ്കര മഴ, ഭൂമിയിൽ നിന്ന് ഉറവ. അടുത്തുനിന്നാണ് വെള്ളം ആദ്യം വന്നത്. അവർക്ക് മനസ്സിലായി സംഗതി കാര്യം അപകടമാണ്. അങ്ങനെ അതിശക്തമായ വെള്ളപ്പൊക്കം എന്ന് മാത്രം, കൊടുങ്കാറ്റ്, അതിശക്തമായ കൊടുങ്കാറ്റ്. അതോടുകൂടെ തന്നെ അതിശക്തമായ തിരമാലകൾ. ഖുർആൻ തന്നെ പറഞ്ഞത് പർവ്വതങ്ങൾക്ക് സമാനമായ തിരമാലകൾ. അതിലാണ് നൂഹ് നബിയുടെ കപ്പൽ ഇങ്ങനെ ആടി ഒലഞ്ഞു നീങ്ങാൻ. കപ്പൽ നിൽക്കണം എന്ന് നൂഹ് നബി വിചാരിച്ചാൽ ബിസ്മില്ലാഹ്, കപ്പൽ സഞ്ചരിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ബിസ്മില്ലാഹ്.
കപ്പലിന് അല്പം സ്പീഡ് കൂട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ ബിസ്മില്ല, സ്പീഡ് കുറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ബിസ്മില്ല. അപ്പോ ആ കപ്പലെന്ന വാഹനത്തിന്റെ ഗിയറും സ്റ്റയറിങ്ങും അതിന്റെ ക്ലച്ചും അതിന്റെ ബ്രേക്കും സകലം ബിസ്മില്ലയായി. ബിസ്മിക്ക് വലിയ മഹത്വം അല്ലേ? ബിസ്മിയുടെ മഹത്വം. അതുകൊണ്ടാണ് ബിസ്മിയോട് നമുക്ക് നല്ല ബന്ധമുണ്ടാകും. സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് അത്രേ. ആ കൊട്ടാരത്തിന്റെ പേര് ദാറുന്നൂർ എന്നാണ്, പ്രകാശഭവൻ. ദാറുന്നൂർ, ദാറുന്നൂർ, പ്രകാശഭവൻ. അത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ദുനിയാവിൽ വെച്ച് ബിസ്മി ചൊല്ലിയവർക്കുള്ളതാണ്. ആ കൊട്ടാരം അന്തരീക്ഷത്തിലാണ് നിൽക്കുക, വാതിലില്ല. പക്ഷെ സ്വർഗാവകാശി ദുനിയാവെന്ന് ബിസ്മിയോട് നല്ല ബന്ധമുള്ള ആൾ സ്വർഗത്തിലെത്തിയാൽ ആ കൊട്ടാരത്തിന്റെ മനോഹരമായ മുത്തുകളെ കൊണ്ടുള്ള ആ കൊട്ടാരത്തിന്റെ അരികിലെത്തിയാൽ അവൻ പറയും ബിസ്മില്ലാ. ഉടനെ അവൻ അതിന്റെ അകത്തെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ ബിസ്മിയോട് നല്ല ബന്ധം വേണം. ഖുർആനിലെ പ്രഥമായത്ത്, ഒന്നാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട അള്ളാഹു, റഹ്മാൻ, റഹീം 3 നാമങ്ങളുള്ളത്. എന്താ അതിന്റെയൊക്കെ മഹത്വം? സ്വർഗത്തിലെ 4 അരുവികൾ പോലും ഒഴുകുന്നത് ബിസ്മിയിലെ മീമിൽ നിന്നും, ബിസ്മില്ലാഹിലെ ഹായിൽ നിന്നും, റഹ്മാനിലെ മീമിൽ നിന്നും, റഹീമിലെ മീമിൽ നിന്നും. ഖുർആനിൽ അല്ലാഹു തആല ഒരു കഥ പറയുന്നുണ്ട്, ബിൽഖീസ് രാജ്ഞിയുടെ കഥ. ബിൽഖീസ് രാജ്ഞിയുടെ അരികിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ലെറ്റർ കൊടുത്തയച്ച ഒരു കത്ത്. അത് കൊണ്ടുപോയത് ഹുദ്ഹുദ് എന്ന് പറയുന്ന മരക്കൊത്തിയാണ്. ആ കത്തുമായിട്ട് പോകുന്ന സമയത്ത് മറ്റുള്ള പക്ഷികൾ ചോദിച്ചു അത്രേ മരക്കൊത്തിയോട്, 10,000-കണക്കിന് ഭടന്മാരുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സമീപത്തേക്ക് നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഹുദ്ഹുദ് പറഞ്ഞത്, എന്റെ കയ്യിലുള്ളത്, എന്റെ കൈവശമുള്ളത് സുലൈമാൻ നബി നൽകിയ കത്താണ്. ആ കത്തിന്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ബിസ്മില്ലാഹ്. ഖുർആനിൽ അല്ലാഹു തആല 114 സൂറത്തുകൾ നൽകി. അതിൽ തൗബ സൂറത്തിൽ എന്തില്ല? ബിസ്മില്ല. അത് കുറവായോ? ഇല്ല. നംല് സൂറത്തിൽ അല്ലാഹു 2 ബിസ്മി നൽകി അല്ലേ? 2 ബിസ്മി. അത് പരിഹരിച്ചു. 2 ബിസ്മി എന്ന് പറയുമ്പോൾ ഒന്ന് തലക്കലുള്ള ബിസ്മിയാണ്, മറ്റൊന്ന് ഇടയിലുള്ള ബിസ്മി. ഈ കഥ പറയുന്നു, സുലൈമാൻ നബിയുടെ കത്ത് ബിൽഖീസ് രാജ്ഞി പൊട്ടിച്ചപ്പോ ആ കത്തിന്റെ മുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട് എന്ന് രാജ്ഞി തന്റെ ഭടന്മാരെ വിളിച്ച് പറഞ്ഞതാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത്. ബിസ്മിയുടെ മാത്രം ഏത് കാര്യത്തിനും. എന്തായിരുന്നാലും നോക്കൂ, ഈ കപ്പലിൽ പടുകൂറ്റൻ തിരമാലകളും മലകൾക്ക് സമാനം വരുമ്പോഴും അതിശക്തമായ കൊടുങ്കാറ്റ് അടിച്ച വീശുമ്പോഴും അതിലൂടെ അടാതെ ഉറയാതെ അപകടം സംഭവിക്കാതെ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ മുന്നോട്ട് പോകുന്നു. ആ കൂട്ടത്തിൽ ഇബ്ലീസ് കയറിക്കൂടിയായി. കാരണം ലോകത്ത് ഏറ്റവും വലിയ വെള്ളപ്പൊക്കാണ്, കോടിക്കണക്കിന് ആളുകൾ മുങ്ങിച്ചാവാണ്. ഇബ്ലീസ് പറ്റി പിടിച്ച് കയറി. അവസാനം 6 മാസത്തിന്റെ ശേഷം വെള്ളം താഴ്ന്നപ്പോഴാണ് കപ്പലിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയപ്പോൾ ചങ്ങാതിനെ നൂഹ് നബി കാണുന്നത്. നൂഹ് നബിക്ക് ചൂടായി. കാരണം ഇവൻ കാരണമാണ് ഈ ആൾക്കാർ മുഴുവൻ ചത്തത്. എല്ലാ കാലത്തും ആളുകളെ പഴപ്പിക്കുന്ന ഇബ്ലീസാണ്. അപ്പോ ഇബ്ലീസ് പറഞ്ഞത്രേ പിന്നെ നൂഹ് നബിയോട്, എനിക്ക് തൗബണ്ടോ എന്നുള്ള കാര്യം, എന്റെ തെറ്റ് നിന്റെ രക്ഷിതാവ് പൊറുക്കോ എന്ന് ചോദിച്ചു നോക്കുന്നതാണ്. അപ്പൊ നൂഹ് നബിക്ക് ഒരു പ്രതീക്ഷ, ഇയാൾ നന്നാവോ. എന്നാ പിന്നെ വരുന്ന പ്രവാചകന്മാർക്ക് പണി കുറയും. അള്ളാഹുവോട് ദ്വാരുന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാതിരുന്നതാണ് ഇബ്ലീസിന്റെ പ്രശ്നം. ആദം നബിന്റെ ഖബറിന് പോയിട്ടൊന്ന് സുജൂദ് ചെയ്താൽ സംഗതി പുറത്തു കൊടുക്കുന്നതാണ്. നൂഹ് നബി വലിയ പ്രതീക്ഷയിലാണ് വന്ന് പറഞ്ഞത്, എന്ത്? ആദം നബിയുടെ ഖബറിന്റെ അരികന്ന് നീ ഒന്ന് സുജൂദ് ചെയ്താൽ നിന്റെ ദോഷമല്ല പുറത്തു തരുന്നുള്ള സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഇബ്ലീസ് പറഞ്ഞു, ജീവനുള്ളപ്പോൾ ഞാൻ ആദമിന് സുജൂദ് ചെയ്തിട്ടില്ല. അല്ലേ? വാപ്പ പള്ളി പോയതാണോ ചോദിച്ചില്ലേ? ഒരു കുട്ടി മദ്രസ വിട്ട് വന്നപ്പോൾ ഉമ്മക്ക് ചൂടായി. ഉമ്മ പറഞ്ഞത്, വലിയൊരുനാളും വെള്ളിയാഴ്ചയും ഒപ്പം വന്നിട്ടും കൂടി എൻ്റെ വാപ്പ പോയിട്ടില്ല, എന്നിട്ടല്ല ഇപ്പോ എന്ന് ചോദിച്ച പോലെ ജീവൻ ഉണ്ടാവുമ്പോ ഞാൻ ആദമിന് സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം ധിക്കാരം പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 80 ചില്ലാനം സത്യവിശ്വാസികളെയും കൊണ്ട് കപ്പലിലൂടെ അങ്ങനെ പോവാണ്. പണ്ട് നൂഹ് നബിയുടെ മകനിങ്ങനെ വെള്ളം കുടിച്ച് ചാവാൻ പോവാണ്. ഏത് വാപ്പാക്കുണ്ടാകുമല്ലോ വിഷമം
ഇവര് കണഞ്ഞ് ശ്രമിക്കണം, രക്ഷപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർക്ക്. വെള്ളം താഴും, രക്ഷപ്പെടും. ഇവർ നീന്തി രക്ഷപ്പെട്ട് ഇങ്ങനെ പരമാവധി അതിന്റെ പ്രതലത്തിൽ നിൽക്കാൻ നോക്കണം. നൂഹ് നബി തന്റെ മകനെ കണ്ടതോടുകൂടെ ഒരു പിതൃസ്നേഹം അതിൽ തുളുമ്പി വന്നു. ഖുർആൻ അത് ഉദ്ധരിക്കണം. വനാദാ നൂഹുൻ ഇബ്നഹു വകാന ഫീ മഅ്സിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ച സന്ദർഭം എന്താ? യാ ബുനയ്യ ഇർകബ് മഅനാ, എന്റെ മോനെ, കുഞ്ഞു മോനെ, എടാ ഞങ്ങളെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ. അതായത് ഇസ്ലാം സ്വീകരിച്ചിട്ട് അള്ളാഹനെ അംഗീകരിച്ച് വേഗം ഈ കപ്പലിൽ കയറിക്കോ. വലാ തകും മഅൽ കാഫിരീൻ, മോനെ നീ സത്യനിഷേധികളുടെ കൂടെ അകപ്പെട്ടു പോകരുത്. ലാസ്റ്റ് കുറേ ഉപദേശിച്ചതാണ്. വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് മകൻ കേട്ടില്ല, കന്നാൻ എന്ന് പറയും. അവസാനം നൂഹ് നബി പറയണ, എടാ ഒന്ന് കേറിക്കോ, മുങ്ങിച്ചാവാൻ പോകുമ്പോ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക, മോനെ വേഗത്തിൽ ഇതിലേക്ക് കേറിക്കോ. അപ്പോൾ അവൻ പറഞ്ഞെന്താ അറിയോ? ഖാല, ആ ധിക്കാരി പറഞ്ഞത്, സആവീ ഇലാ ജബലി യഅ്സുമുനി മിനൽ മാ. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ മലയുടെ മുകളിൽ അഭയം തേടും. ഇവൻ ശ്രദ്ധിക്കുന്ന എന്താണ്? ആകെ വെള്ളമുള്ള ആ ടോപ്പിൽ നിൽക്കുന്ന മലകളുണ്ട്, ആ മലകളുടെ മുകളിൽ രക്ഷപ്പെടുന്ന കരുതിയത്. നൂഹ് നബി പറഞ്ഞു, ഇല്ല മോനെ, മലയുടെ മുകളിലേക്ക് വെള്ളം കയറും. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ മലന്റെ മുകളിലുള്ള മരത്തുമ കയറുന്നു. എന്താ ഇപ്പൊ മനുഷ്യന് ധിക്കാരം കൂടിയാൽ? ആരും ധിക്കാരികളാകുന്നുള്ളതിന്റെ രേഖയാണ്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ഉലുൽ അസ്മുകളിൽ പ്രഥമൻ, ഉലുൽ അസ്മുകളിൽ ആദ്യത്തെ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ മകനാ പിഴച്ചത്. ഇന്നിപ്പോ ഒരാളിപ്പോ ഒരു പള്ളി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരാള് ഒരു കാര്യം മഹലിൽ പറഞ്ഞാൽ ചിലപ്പോ ആളുകൾ പറയും, അയാളെ മകനെന്നാക്കട്ടെ. ഇനി അയാളെ മക്കളൊക്കെ നല്ലതാണെങ്കിൽ എന്താ പറയുള്ളൂ? അയാളെ മരുവന്റെ ജ്യേഷ്ഠൻ എന്നാക്കട്ടെ. ഓ, എന്താ എനിക്ക് ചെയ്യാം? മരുമകന്റെ ജ്യേഷ്ഠൻ പഴച്ചിനൊക്കെ ഇയാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം ഭാര്യയും മകനുമാണ് സഹോദര പഴച്ചത്. ആരെ? നൂഹ് നബിയുടെ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ കുട്ടികളെ തീരെ നോക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, നൂഹ് നബിന്റെ മകൻ വരെ പഴച്ചു, എന്നിട്ടപ്പം എന്റെ കുഞ്ഞാപ്പൂ, എന്നിട്ടപ്പം എന്റെ അണ്ണി, അങ്ങനെ പറയരുത്. നമ്മുടെ റോള് നമ്മൾ നിർവഹിക്കണം. എങ്ങനെ നോക്കിയിട്ടും അവർ ശരിയാകുന്നില്ലെങ്കിൽ അലല്ലാഹ്, പിന്നെ അവിടെ ബേജാറായിട്ട് കാര്യമില്ല. ഓൻ ആർക്കൊന്നും പറയാൻ പറ്റില്ല. നബിന്റെ മൂത്താപ്പ പഴച്ചു, നബി മൂത്താപ്പാൻ അന്നാക്കട്ടെ, ഞങ്ങൾ അന്നാക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. മൂത്താപ്പനോട് കാര്യം പറഞ്ഞു കൊടുത്തു, മൂപ്പര് സ്വീകരിച്ചില്ല. പ്രതിരോധിക്കണം. പിഴക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും സ്വീകരിക്കണം. എന്നിട്ട് പിഴക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇന്നിപ്പോ നമ്മുടെ കുട്ടികളൊക്കെ പിഴക്കാനുള്ള ഒരു കാരണം, കള്ളിനും കഞ്ചാവിനും അടിമപ്പെടാനുള്ള ഒരു കാരണം, ക്ലബ്ബുകളിലും കാര്യങ്ങളും കുട്ടികൾ സദാസമയം ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രതിരോധിക്കേണ്ടി വരും. പോളിയോ കൊടുക്കുന്നുണ്ടല്ലോ രോഗത്തെ പ്രതിരോധിക്കാൻ. പിഴക്കാതിരിക്കാനുള്ള ഇത് എന്നാലും ഇപ്പൊ നമ്മൾ തെങ്ങിങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു മൂച്ചിക്കൊമ്പ് മതി തെങ്ങ് വളയാൻ, അല്ലേ? തെങ്ങ് വളഞ്ഞു പോവാ, ഓടാ എന്ന് പറഞ്ഞ് പോകില്ല. ആ മൂച്ചിക്കൊമ്പ് കാരണം ഇങ്ങനെ പോകും. ഇതേപോലെ ചെറിയ സാഹചര്യങ്ങൾ മതി ആകെ വളഞ്ഞു പോകാം. അത് ശ്രദ്ധിക്കണം. നെഗറ്റീവായി ചിന്തിക്കരുത്. ചില മരുന്ന് കുടിച്ചാൽ റിയാക്ഷൻ ഉണ്ടാവും. എന്നതുപോലെ നൂഹ് നബിയുടെ മകൻ പഴച്ചത് നമ്മളിങ്ങനെ സമാധാനിക്കരുത്. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പഴച്ചാൽ കുഴപ്പമില്ല എന്ന് കരുതരുത്. എന്നാൽ ശരിക്കും നോക്കിയിട്ടും ഒരാൾ പഴച്ചാൽ മറ്റേ ആളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. സഹോദര, നൂഹ് നബിയുടെ മകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പറയുന്നത്, പിതാവേ, ഞാൻ മലയുടെ മുകളിൽ അഭയം തേടും. നൂഹ് നബി പറഞ്ഞു, മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം വഹാല ബൈനഹുമൽ മൗജ്. അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല മോനെ, വേഗം കപ്പലിൽ കയറിക്കോ. പക്ഷെ ഈ ധിക്കാരി കയറിയില്ല. അള്ളാഹു പറയുന്നത്, വഹാല ബൈനഹുമൽ മൗജ്, ആ പിതാവിനും മകനും ഇടയിൽ ശക്തമായ തിരമാല മറയും. കാണാല്ലാതെയോ? വിട്ടു. ശക്തമായ തിരമാല മറട്ടു. പിന്നെ മകനെ കാണാനില്ല. വീം പഠിച്ചതാണ്, വമ്പ് പറഞ്ഞതാണ്, അഹങ്കാരം നടിച്ചതാണ്. ഞാൻ മലമുകളിൽ കയറും. പിന്നെ അവനെ കാണാനില്ല. വലിയ തിരമാലകൾ, മല പോലെയുള്ള തിരമാലകൾ മറയിട്ട് പോയി. അവൻ മുഖ്യ നശിപ്പിക്കപ്പെട്ടവരിൽ പെട്ടുപോയി. അങ്ങനെ 6 മാസം ഈ വെള്ളപ്പൊക്കം അങ്ങനെ നിലനിന്നു. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ വെള്ളപ്പൊക്കത്തിന് മുമ്പ് തീരെ വെള്ളമില്ലാതെ അവരെ പരീക്ഷിച്ചു. നമ്മൾ പേടിക്കേണ്ടതാണ്. നമുക്കിങ്ങനെ മഴ ഇങ്ങനെ തുടങ്ങി ചെറിയൊരു തണുപ്പൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്ക് ഇനി പേടിക്കാനില്ല. അല്ലെങ്കിലും ഇവിടെ മഴ ചെയ്യുന്നു. ഇവരിങ്ങനെ വെറുതെ പേടിപ്പിക്കാന്നല്ലാതെ മഴ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലാക്കി വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്. വെള്ളമില്ലാതെ നൂഹ് നബിയുടെ ജനത വല്ലാതെ ഇടങ്ങാറായി. പിന്നെ വെള്ളം കൊണ്ട് 10 കളിയായി.
അങ്ങനെയൊക്കെ എങ്ങനെ പ്രളയം ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കൂലട്ടോ. തമിഴ്നാട്ടിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതുണ്ടില്ല. കേരളവും തമിഴ്നാടും വലിയ പ്രശ്നമായി വെള്ളത്തിന്റെ പേരിൽ. അവസാനം ലോകം കണ്ട 100 കൊല്ലത്തിന്റെ ഇടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമായി ചെന്നൈ നഗരം മുഴുവൻ വെള്ളത്തിലായി. വിമാനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന കണ്ട ഷോക്കേസിൽ വെച്ച് ചെറിയ കനം കുറഞ്ഞ് കുട്ടികൾ കളിക്കുന്ന വിമാനം തോന്നിപ്പോ വിമാനമൊക്കെ ഒലിച്ചു പോവാ, ഒരു നിലയും വരിയില്ല. ആണ് വെള്ളം, ഭയങ്കര തീവ്രതയാണ്. ഇരുമ്പിനേക്കാൾ ശക്തിയാണ് അള്ളാഹു അഗ്നിക്ക് നൽകിയത്. അഗ്നിയേക്കാൾ ശക്തിയാണ് ഏത്? വെള്ളം എന്ന് പറയുന്നത്. അഗ്നിയെ ശമിപ്പിക്കാൻ കഴിവുള്ള സംഗതി. വേണ്ട ഒരു സാധനമാണെങ്കിലും അത് അള്ളാഹു ശിക്ഷക്ക് ഉപയോഗിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അനുഗ്രഹത്തിന്റെ വെള്ളം, അനുഗ്രഹത്തിന്റെ മഴയാണ് ചോദിക്കേണ്ടത്. പിടുത്തം മുട്ടിന് വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. എത്ര നീന്തറിഞ്ഞാലും രക്ഷപ്പെടാൻ കഴിയൂല. സഹോദര, 6 മാസം മുഹറം 10 അള്ളാഹു തആല വെള്ളം താഴ്ത്തിയത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നോക്കൂ, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അത് ഖുർആൻ പറയുന്നത്, യാ അർളു ബുലഈ മാഅകി വയാ സമാഉ അഖ്ലിഈ വഗീദൽ മാഅ് വഖുദിയൽ അംറു വസ്തവത് അലൽ ജൂദി വഖീല ബുഅദൻ ലിഖൗമിൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ആ സംഗതി വിശദീകരിക്കണം. അതായത് അല്ലാഹു തആല ഭൂമിയോട് പറഞ്ഞത് ഖുർആൻ എടുത്തുദ്ധരിക്കണം. ഭൂമിയോട് അല്ലാഹു പറയുന്നത് വെള്ളത്തോട് അടങ്ങാൻ, താഴ്ന്നു പോകാൻ അല്ലാഹു തആല കൽപ്പിക്കുക. അതാണ് പറയുന്നത്, വഖീല യാ അർളു ബുലഈ മാഅകി, ഓ ഭൂമി നിന്റെ ഉള്ളിലേക്ക് വെള്ളത്തെ വലിച്ചെടുക്കുക. വയാ സമാഉ അഖ്ലിഈ അഖ്ലിഈ, അല്ലാഹു തആല ആകാശത്തോട് കൽപ്പിക്കുകയാണ്, ആകാശമേ നീ മഴ നിർത്തൂ. തോരാത്ത മഴ. ആകാശത്തോട് അല്ലാഹു കൽപ്പിച്ച മഴയെ നിർത്തൂ, മതി. ഭൂമിയോട് പറയണം വെള്ളം അടിയിലേക്ക് വലിച്ചത്. അല്ലാഹു പറയുന്നു, വെള്ളം കുറഞ്ഞു വന്നു. വഖുദിയൽ അംറു, കാര്യം നടപ്പിലാക്കപ്പെട്ടു. ആ ധിക്കാരികൾ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നൂഹ് മലയുടെ മുകളിലൂടെയാണോ ആ കപ്പല് പോവുക? ഒന്ന് കമന്റ് അടിച്ചവരുണ്ടല്ലോ, കാര്യം വിധിക്കപ്പെട്ടു, ചത്തുപോയി അവരെല്ലാവരും. കോടിക്കണക്കിന് ആളുകൾ മരിച്ചു. വസ്തവതു അലൽ ജൂദി, ഖുർആനിൽ അല്ലാഹു പറയുന്നു, വസ്തവതു അലൽ ജൂദി, ജൂദി പർവ്വതത്തിൽ ആ കപ്പല് ചെന്നണഞ്ഞു. അടക്കം നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായിട്ട് പോലും യഥാർത്ഥത്തിൽ ഇത് തെളിയിക്കപ്പെട്ടൊരു സംഗതിയാണ്. ശാസ്ത്രം പറയണമെന്നില്ല, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പക്ഷെ മതത്തിന്റെ പുറത്തുള്ള ആളുകളും ഈ തോഫാനും കാര്യങ്ങളും അംഗീകരിക്കും. എന്തുകൊണ്ട്? അള്ളാഹു പറയുന്നത്, ആ വെള്ളപ്പൊക്കാനന്തരം ജൂദി പർവ്വതത്തിലാണ് കപ്പല് വന്നണഞ്ഞത്. നൂഹ് നബിയുടെ കാലത്തെ ആ വലിയ 300 മുഴം നീളത്തിലും 50 മുഴം വീതിയിലും 30 മുഴം ഉയരത്തിലും നിർമ്മിക്കപ്പെട്ട ആ പടുകൂറ്റൻ കപ്പൽ, ഇപ്പോൾ തേക്ക് മരത്തിൽ നിർമ്മിക്കപ്പെട്ട ആ കപ്പല് വെള്ളം ഇങ്ങനെ താഴ്ന്നപ്പോൾ സ്വാഭാവികമായിട്ട് കപ്പൽ ഇങ്ങനെ താഴ്ന്നു. അങ്ങനെ ജൂദി പർവ്വതത്തിലാണ് അത് അണഞ്ഞത്. ജൂദി പർവ്വതത്തിൽ 5100 ചില്ലാനം മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് ഗ്രേറ്റ് അറാറത്ത്. അതിലെ ഒരു പർവ്വതമാണ് ജൂദി പർവ്വതം. ഇത് എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ വരാൻ കാരണം, ഇന്നത്തെ പോലെ രാഷ്ട്രങ്ങൾ വേർതിരിക്കാത്ത ഒരു കാലത്ത് ആ പർവ്വതങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ഓരോ നാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം. ഇറാഖിലാണെന്ന് പറയും, അർമേനിയയിലാണെന്ന് പറയും, കുർദിസ്ഥാനിലാണെന്ന് പറയും. ഇതിന്റെയൊക്കെ കാരണം ഈ ജൂദി പർവ്വതത്തിന്റെ ചുറ്റുഭാഗത്തുള്ള നാടുകൾ ഇതായതുകൊണ്ടാണ്. എന്തായിരുന്നാലും ജൂദി പർവ്വത നിരകളിൽ നിന്ന് പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് ആ കപ്പലിന്റെ അവശിഷ്ടം കണ്ടുപിടിച്ചത്. ഒരു വസ്തു ഒന്ന് കിട്ടിയാലും നുണ പറയാൻ പറ്റാത്തൊരു കാലമാണ്, കളവ് പറയാൻ പറ്റൂല. ഇതൊന്നും അറിയാതെ ചില ആളുകൾ കളവ് പറയും, അവസാനം പെട്ടുപോകും, ഭയങ്കര വടായി ഒട്ടിക്കും. ഇതൊന്നും നുണ പറയാൻ പറ്റില്ല. ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഇത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ മൊബൈലാണ്, ഇതിലേക്ക് ഇങ്ങനെ കൈമാറി വന്നതാണ്. ആ കാര്യം അറിയാതെ പഠിച്ചോനെ ഇയാളെടുത്ത് ഭയങ്കര ശേഷിപ്പുണ്ടല്ലോ, ആസാറുകളുണ്ടല്ലോ പറയാൻ പറ്റും. ഇല്ലല്ല, ഈ മൊബൈലിന്റെ വഴക്കം എത്രയെന്നുള്ളത് ശരിക്കും അറിയാനുള്ള സൗകര്യമുണ്ട്. നുണ പറയാൻ പറ്റൂല. അവിടെ നമ്മൾ കൊടുക്കും, നുണ പറഞ്ഞാൽ കൊടുക്കും. എന്തും തെളിയിക്കാനുള്ള സൗകര്യമുണ്ട്, എന്തും തെളിയിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ന് ആ ജാതി കളവുകളൊന്നും നടക്കൂല. ബോംബെയിലുണ്ട് ഒരാൾ, അയാളെടുത്ത് ഒരുപാട് പുരാവസ്തു സൂക്ഷിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. തനി ബടായോട്ടിക്ക് ഫാത്തിമ ബിയുടെ ഡിജിറ്റൽ ക്യാമറ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ബടായിയാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഇൽമുവാണോ?
ഒരു കത്ത് ഒട്ടിക്കാനുള്ള വറ്റ് തലക്കകത്തുണ്ടെങ്കിൽ തിരിയും. ഇയാൾ ചിലപ്പോൾ അടുത്ത റബീഉൽ ലെവൽക്ക് ലാപ്ടോപ്പ് ആയിട്ട് വരും, പഴയതൊന്നൊപ്പിക്കും. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചാണ് ഭരണകാലത്ത് ചെറിയ ആ നോക്കിയന്റെ ആ പഴയ സൈസ് മൊബൈൽ കൊടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്ത് ഉപയോഗിച്ചതാണ്, ഇങ്ങനെ കൈമാറി കൈമാറി വന്നതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ ആരെ കിട്ടുക? ഉണ്ടാവും. BJPക്ക് താങ്ങാൻ മൗലാനമാരുണ്ടല്ലോ. മിനിറ്റുകൾ കഴിഞ്ഞായിക്കോളും, തീരുമാനമായിക്കോളും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ വേറെ വഴികളില്ല. മുംതഹന സൂറത്തിൽ അള്ളാഹു താല വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഒരിക്കലും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. നമ്മൾ പറയില്ല, ഖുർആനും പറയാം. അവിടെ ശത്രുക്കൾക്ക് ചില നിബന്ധനകൾ വെച്ചതെന്താ? അവർ നിങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും, നിങ്ങൾക്കെതിരെ അന്യോന്യം സഹായിക്കും. അത്തരത്തിലുള്ള ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളോട് ശത്രുത വെക്കാത്ത അമുസ്ലിമീങ്ങളോട്, ഇങ്ങോട്ട് ശത്രുത വെക്കാത്ത അമുസ്ലിങ്ങളോട് നിങ്ങൾക്ക് മൈത്രി ബന്ധം പുലർത്തുന്നത് അള്ളാഹു വിലക്കിയിട്ടില്ല. അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറി ജീവിച്ചോളൂ, മൈത്രി ബന്ധമാകാം. BJPക്കാർ എന്തായിരുന്നാലും നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും നൂഹ് നബിയുടെ കാലത്ത് നടന്നത് വേറെ ഒരു രൂപത്തിൽ. ഇന്ന് അള്ളാഹു നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നപ്പോൾ ചില ആളുകളൊക്കെ പറ്റെ അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഇത് നമ്മൾ കാണും. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ചില ആളുകൾ തയ്യാറാണ്. നോക്കൂ, ഈ ആയത്തൊന്ന് ശ്രദ്ധിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത്. നിങ്ങൾ അവരിലേക്ക് സ്നേഹബന്ധം, മൈത്രി ബന്ധം പുലർത്തരുത്. ഖുർആൻ പറയാം. എന്നിട്ട് വീണ്ടും അള്ളാഹു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് അതേ സൂറത്തിൽ 8-ാമത്തെ വചനത്തിൽ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം. നിങ്ങളോട് മതത്തിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത സത്യനിഷേധികൾ അമുസ്ലിമീങ്ങൾ, അവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് നീതി പ്രവർത്തിക്കുന്നതും അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടില്ല. നോക്കൂ, അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം. അവർക്ക് നന്മ ചെയ്യലും അവരോട് നീതിയോടെ വർത്തിക്കലും അല്ലാഹു വിലക്കിയിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ആ മുസ്ലിങ്ങളോട് നമുക്ക് നല്ല രൂപത്തിൽ വർത്തിക്കണം. അതേ സമയത്ത് ശത്രുക്കളോട് സ്വകാര്യം പറയാൻ പോകണ്ട. വീണ്ടും അല്ലാഹു പറയാൻ, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളഹറൂ അലാ ഇഖ്റാജികും അൻ തവല്ലൗഹും. നിങ്ങളെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ, സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ, അതിന് അന്യോന്യം സഹായിക്കുന്നവർ, അവരോട് മൈത്രി ബന്ധം പുലർത്തുന്നത് അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. ഇനി അത് പറഞ്ഞാൽ കേൾക്കാതെ ആരെങ്കിലും അവരോട് മൈത്രി ബന്ധം പുലർത്തിയാൽ അവർ അതിക്രമകാരികളാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയും. പറഞ്ഞൊരായത്തിൽ സത്യനിഷേധികൾ, ശത്രുക്കൾ നിങ്ങളൊരു അയവ് വരുത്താൻ അവർ പല ഐഡിയും പ്രയോഗിക്കും. പക്ഷെ ഒരിക്കലും ഒരു ചേഞ്ചിങ്ങും പാടില്ല. ഖുർആൻ ഇത് വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. കാരണം ശത്രുക്കൾ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കും അത് കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. വീട്ടിൽ നിന്നല്ല, ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്നാണ് BJPക്കാർ പറയുന്നത്. അടിച്ചു കൊല്ലാണ് ബീഫ് തിന്നതിന്റെ പേര്, കെട്ടി തൂക്കാണ് പരസ്യമായിട്ട്. പശു കത്തെഴുതിയതാണ് പാഠം പഠിപ്പിക്കുന്നത്. താമര വിരിയായിട്ടാണ് സഹോദര, വിരിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ആ ജാതി അപകടങ്ങൾ വരും. ഒരുപാട് നോക്കിയിട്ടും വിരിയാത്തത് കൊണ്ടുള്ള ആ അസ്വസ്ഥതയാണ് കുട്ടികൾ പിച്ചുമേയും പറയുന്നത് പോലെ ഈ രാജ്യം സോമാലിയയോട് ഉപമിച്ചു പോയത്. ഇന്ത്യ ഭരിക്കുന്ന ഒരു ഉത്തരവാദ സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ചെയ്തത്.
എല്ലാവരും പ്രതിഷേധിച്ചല്ലോ. എന്നിട്ട് ഈ ആദ്യ ശത്രുക്കൾക്കാണ് അവരോട് സ്വകാര്യം പറഞ്ഞിട്ടും അവരെ കൂട്ടുപിടിച്ചിട്ടും എന്ത് പണിയെടുക്കുന്നത് ചിലർ. മാറ്റി നിർത്തണം അവരൊക്കെ. വലിയ അപകടമാണ്. കെട്ടുമട്ടൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. വളരെയധികം ജാഗ്രത നമ്മൾ പുലർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. സഹോദരൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല പറയാണ്, ജൂദി പർവ്വതത്തിൽ ആ കപ്പലാണ് ഞാൻ. പിന്നെ ആ കപ്പൽ കണ്ടുപിടിച്ചത് അതേ ജൂദി പർവ്വതത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നുണ പറയാൻ കഴിയില്ല. ആ കപ്പലിന്റെ തേക്കിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കൃത്യമായി പരിശോധന നടത്തിയപ്പോൾ നമ്മൾ പറയുന്ന കാലം ഇതിന്റെ പഴക്കം ഒന്നാണ്. അല്ലെങ്കിലും ജൂദി പർവ്വതത്തിൽ വേറെന്ത് കപ്പൽ വരും? ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ വന്നതെങ്ങനെ? നൂഹ് നബിയുടെ കാലത്തെ ആ പ്രളയം സത്യമാണ്, ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു നൽകിയതാണ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ അക്രമകാരികളായ ജനതയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അറാഫിലും അതുപോലെ തന്നെ ഹൂദ് സൂറത്തിലും പറയുന്നുണ്ട്, ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമുക്ക് വേണ്ടതാണ്, പക്ഷെ അത് ഓവറായിട്ട് വന്നിട്ടാണ് ഇവരാകെ നശിച്ചു പോയത്. കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അന്ന് ജനവാസമുള്ള മുഴുവൻ കേന്ദ്രങ്ങളിൽ, കാരണം നൂഹ് നബി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലോകത്ത് എല്ലാ സ്ഥലത്തേക്കും അയക്കപ്പെട്ട ദൂതനായിരുന്നു. നമ്മുടെ നബി ലോകത്ത് എല്ലാ കാലത്തേക്കുമാണ്. നൂഹ് നബി ആ കാലത്തേക്ക് മാത്രം അയക്കപ്പെട്ട ആദ്യത്തെ റസൂലാണ്. മനസ്സിലാക്കണം. അങ്ങനെ ആ കാലത്ത് കോടിക്കണക്കിന് ആളുകളെ അള്ളാഹു മുക്കിക്കൊന്നു. ഇനി അങ്ങനെ ഒരു വെള്ളം വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളം ഇല്ലാതെ ചിലപ്പോൾ വെള്ളം ഓവറായിട്ട് രണ്ട് നിലക്കുന്ന ശരി. ولو أن أهل القرى لآمنوا واتقوا لفتحنا عليهم بركات من السماء. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞു, ആ ഗ്രാമവാസികൾ, വെള്ളമില്ലാതെ ഒരു കൂട്ടർ നശിപ്പിച്ചതിനെ പറ്റി അല്ലാഹു പറയാണ്, ആ ഗ്രാമവാസികൾ അവർ തഖ്വയുള്ളവരും ഈമാനുള്ളവരും ആയിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് ബർക്കത്തുകൾ നാം ചൊരിച്ചു കൊടുക്കുമായിരുന്നു. ബർക്കത്തിന്റെ മഴയാണ് ഉദ്ദേശം. അപ്പോൾ ആ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ധാന്യങ്ങളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുക. വെള്ളം വേണം. എന്നാൽ ആ വെള്ളം ഓവറായി വന്നാൽ നമുക്കറിയാലോ, നേരത്തെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മൾ ഈ കൂട്ടിലങ്ങാടിയൊക്കെ വെള്ളം കയറിയ വീടിന്റെ മൂലോട് ഇങ്ങനെ കാണുകയാണ്. ബാക്കി വെള്ളത്തിന്റെ അടിയിലാണ്. എന്താ വലിയ ടെൻഷൻ? വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കും. മഴ ഒന്നായിട്ട് തന്നാൽ പിടുത്തം വിടും. അതൊരു പാകത്തിന് ഇങ്ങനെ അള്ളാഹു നൽകുന്നത് സത്യവിശ്വാസികൾ അവർ യഥാർത്ഥ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ. അല്ലെങ്കിൽ രണ്ട് നിലക്കും അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാത്രമല്ല, ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് ഖുർആനിൽ പറയുന്നു. നോക്കൂ, റബ്ബിഗ്ഫിർലി, നൂഹ് സൂറത്തിന്റെ അവസാന ഭാഗത്തായത്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. നൂഹ് നബി അവസാനം ദുആ ചെയ്താണ്, റബ്ബേ എന്നോട് പൊറുക്കണമേ, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു കൊടുക്കണമേ, വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ എന്റെ വീട്ടിലേക്ക് മുഅ്മിനീങ്ങളായി പ്രവേശിച്ചു വന്നവരെയും നീ അവർക്കും പുറത്തു കൊടുക്കണേ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ലോകത്തുള്ള മുഴുവൻ ഈമാനുള്ള ആണിനും പെണ്ണിനും പുറത്തു കൊടുക്കണേ, വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. അതിക്രമകാരികളായ ആളുകൾക്ക് നാശത്തിനെ അല്ലാതെ വർദ്ധിപ്പിക്കരുതേ. അദ്ദേഹത്തിന്റെ ദുആ നോക്കൂ, എത്ര അർത്ഥവത്തായ ദുആണ്. ആദ്യം അദ്ദേഹം ദുആയിരുന്നത് റബ്ബിഗ്ഫിർലി, നാഥാ എന്നോട് പൊറുക്കണമേ. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകനാണ് ആ ദുആയിരിക്കുന്നത്. കാരണം പ്രവാചകന്മാർ തെറ്റ് ചെയ്യൂല. وما أرسلنا من رسول إلا ليطاع بإذن الله. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒറ്റ റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഏതൊരു നബിയാണെങ്കിലും റസൂലാണെങ്കിലും അവർ പറയുന്ന മുഴുവൻ ബാക്കിയുള്ളവർക്ക് അനുസരിക്കാൻ പറ്റിയതാണ്. ഒരു തെറ്റ് ചെയ്യൂല. ഖുർആൻ പറയാം. നമ്മളെ നബിയെ പറ്റി പ്രത്യേകം പറയും.
ഇവിടെ നോക്കൂ, ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ അള്ളാഹുവോട് പറയുന്നത് അതാ എന്നോട് പൊറുക്കണേ എന്ന് വിനയാണ്. ഇത് മനുഷ്യന്റെ വിനയാണ്, മനുഷ്യന്റെ വിനയാണ്. ഞാൻ ഒരു പരിപാടി, ഒരു ഖുർആൻ ക്ലാസിന്റെ വാർഷികത്തിന്, നമ്മുടെ ക്ലാസിന്റെ വാർഷികത്തിന് ഉദ്ഘാടനത്തിന് ഒരാളെ കൊണ്ടുവന്നു. ആ ഉദ്ഘാടനം ചെയ്ത ആള് ആവർത്തിച്ച് പറഞ്ഞു, ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയം വരെ ഡാഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പേര് പറയുന്നില്ല, അയാളെ പേര് പറഞ്ഞിട്ട് പറയാം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അത് 2-3 വട്ടം ആവർത്തിച്ച് പറയും. എന്റെ ആവശ്യമില്ല, നമ്മൾ വിനയാണ് കാണിക്കുന്നത്. സഹോദരന്മാക്കളാണ് തെറ്റ് ചെയ്യാത്തവർ, അമ്പിയാക്കളാ. ഒരു ദിവസം 70 വട്ടമെങ്കിലും ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ആര്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നജ്മ് സൂറത്തിൽ റസൂൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഖുർആൻ പറയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. തനിക്ക് ലഭിച്ച ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു തെറ്റു നബി ചെയ്യൂലാം. ഖുർആൻ ഖണ്ഡിതമായി പറയാണ്. അങ്ങനത്തെ റസൂല് ഒരു ദിവസം ചുരുങ്ങിയത് 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് വളരെ മനസ്സിൽ കടത്തിയിട്ട് ചെല്ലുമായിരുന്നു. അതാണ് വിനയം. നമ്മളെ സമ്മതിച്ചു. പിന്നെ നമ്മളൊക്കെ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവന്ന് പറയരുത്. എന്താ കാരണം? ഒരുപക്ഷെ നമ്മൾ മദ്യപിച്ചിട്ടുണ്ടാവില്ല സഹോദര, ഒരുപക്ഷെ നമ്മൾ മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മളറിയാതെ ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അഹങ്കാരത്തിന്റെ വർത്താനം പറയരുത്. പക്ഷേ ഞാൻ പാവാണ്, അങ്ങനത്തെ ഒരുപാട് തെറ്റ്, അങ്ങനെ തന്നെ പറയണം. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെടുത്തുന്ന ആർക്കെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു, ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ ഉടനെ അയാളോട് ക്ഷമാപണം നടത്തി, അയാൾക്ക് സന്തോഷമായി, കുറെ പ്രശ്നങ്ങൾ തീരും. ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയും ആരറിഞ്ഞാലും. പക്ഷെ ആ കക്ഷി നേരെ വന്നിട്ട് ഇയാളോട് പറയാണ്, പിന്നെ സംഭവിച്ചു പോയതാണ്, നിങ്ങളാണ് വിട്ടളി വിഷയം, എന്നാ ശരി. ഒരുപാട് ആൾക്കാർ ഇടപെട്ടതാണ്, തീരാത്ത അയാൾ നേരിട്ട് വന്ന് പറഞ്ഞപ്പോ ഏകദേശം ആളുടെ മനസ്സൊക്കെ അലിഞ്ഞു പോകും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം, പൊറുക്കലിനെ തേടാന്ന് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇനി നബി ഉദാഹരണം പറഞ്ഞാൽ എന്താ, നമ്മൾ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹ്ക്ക് ഇഷ്ടം. നബി പറഞ്ഞത്, ഒരാള് ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അയാളെ സമ്പത്ത്, അതുപോലെ അയാളെ ധാന്യങ്ങൾ, എല്ലാ വസ്തുക്കളും ഒട്ടകപ്പുറത്തുണ്ട്. ഇയാളൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ഇത് ഉറങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോൾ ഏത് കാണാനില്ല, ഒട്ടകം കാണാനില്ല. അയാൾക്ക് മാറാനുള്ള വസ്ത്രം ഒട്ടകപ്പുറത്താവും, ഭക്ഷണം ഒട്ടകപ്പുറത്താണ്, അയാളെ നാണയങ്ങൾ ഒട്ടകപ്പുറത്താണ്, ഉള്ള മുതലൊക്കെ ഒട്ടകപ്പുറത്താണ്, ഒട്ടകം കാണാനില്ല. ഇതിപ്പോൾ ഏതുപോലെയാണ്? മോട്ടോർ സൈക്കിളിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോന്നു, പിന്നെ മോട്ടോർ സൈക്കിൾ കാണാനില്ല. പാസ്പോർട്ട് അടക്കയിലുണ്ട്, പൈസ ഉണ്ട് കൂടെ. എന്തേ കാരണം? ടെൻഷൻ, ആകെ പരക്കം പാച്ചിട്ടുണ്ടാവും. ഇയാൾ ആകെ പരക്കം പാഞ്ഞു, കുറെ പോയി, ആകെ ക്ഷീണിച്ച അവശനായി, എല്ലാം തൊലഞ്ഞല്ലോ എന്നുള്ള രൂപത്തിൽ വേറെ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അയാളെ ഒട്ടകം അയാളെ മുന്നിൽ, സ്വപ്നമല്ല, ഒട്ടകം എവിടെ പോയി, പിന്നെ ഒട്ടകം നേരെ മുന്നിൽ. അപ്പൊ അയാളെ സന്തോഷത്തിലേക്ക് നബി പറഞ്ഞു, അയാൾ സന്തോഷാധിക്യത്താൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. നേരെ തിരിച്ചാ പറഞ്ഞേ. ഇയാൾ എന്താ പറയേണ്ടത്? ഈ ഒട്ടകത്തിനും മുതലൊക്കെ തിരിച്ചു കിട്ടിയ ഹാപ്പിയിൽ ഇയാൾ പറയുന്നത് എന്താണ്? പടച്ചോനെ, ഇജ്ജിന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്, ഇജ്ജിന്റെ റബ്ബ് ആയതുകൊണ്ടാണ് ഇത് തിരിച്ചു കിട്ടിയത്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇതാകെ മാറി, സന്തോഷാധിക്യത്താൽ ഇത് തലകുത്തനായി. ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചില്ലൻ ചിക്കി അറിഞ്ഞില്ല. ചില്ലൻ ചിക്കിയ അല്ലല്ല, ചിക്കൻ ചില്ലിയാണ്. അത് തലകുത്തനായി. ഇയാൾ പറയുന്ന അല്ലാഹുമ്മ അൻത അബ്ദി, പടച്ചോനെ ഇജ്ജിന്റെ അടിമയാണ്, വ അന റബ്ബുക, ഞാൻ എന്റെ റബ്ബുമാണ്. നേരെ കുത്തനെ പറഞ്ഞ, അർത്ഥം അറിഞ്ഞു പറഞ്ഞ ഗ്രൗണ്ടിന് പുറത്തു പോകും. ഇയാൾ കരുതി കൂട്ടി പറഞ്ഞതല്ല, സന്തോഷാധിക്യത്തിൽ പറഞ്ഞാണ്. സന്തോഷം ഓവറായപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. റസൂല് പറയാണ്, ഇതുപോലെയാണ് ഒരാള് അള്ളാഹുവോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹ്ക്ക് അവനോട് ഇഷ്ടമാണ്. ഇതെന്തിനാ നമ്മൾ മടിക്കുന്നു? എന്താ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അതുകൊണ്ടാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ നിസ്കരിച്ചു പോയി, ഇനി നിസ്കരിച്ചില്ല എന്നല്ല, അത് തെറ്റാണെന്നല്ല.
ചിന്തിക്കണം സഹോദരാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് റബ്ബഗ്ഫിർലീ, നാഥാ എന്നോട് പൊറുക്കണമേ. ഒരു തെറ്റും ചെയ്യാത്ത നൂഹ് നബി. പിന്നെ അദ്ദേഹം വരുന്നത് വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും. നോക്കൂ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എപ്പോഴും ദ്വാരക്കണം. അത് ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. നമ്മക്ക് കൂലിട്ടും ഓരോ ദോഷം പൊറുക്കും ചെയ്യും. ഞാൻ ഓലിക്ക് ദ്വാരക്കുക, അതുകൊണ്ട് നമ്മക്ക് എന്താണ് ചിന്തിക്കരുത്. മാതാപിതാക്കൾക്ക് അവരോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എപ്പോഴും നമ്മൾ ദ്വാരക്കണം. ഉമ്മാന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം. നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ അവരെ ഉൾപ്പെടുത്തണം. മാതാപിതാക്കളുടെ കാര്യം അത് നമ്മൾ ചിന്തിക്കാത്താണ്. നമ്മളെ വാപ്പാരൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ ആദരിക്കണം. അല്ലെങ്കിൽ പ്രത്യേക കൂലിയുണ്ട്. നമ്മളെ വാപ്പാർക്കൊക്കെ ഉറ്റ സുഹൃത്തുക്കളുണ്ടാവും. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഒന്ന് വിളിക്കുക. നിങ്ങളെങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ അയാൾ എൻ്റെ വാപ്പാന്റെ വലിയ സുഹൃത്തായിരുന്നു. പ്രത്യേകം പരിഗണിക്കണം. നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. മാതാപിതാക്കളെ എപ്പോഴും നമ്മൾ ഓർക്കണം. പിന്നീട് മഹാനവറുകൾ ദുആ ചെയ്തത് വരിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിലേക്ക് മുഅ്മിനീങ്ങളായി പ്രവേശിച്ചവർക്കും പുറത്തു കൊടുക്കണം. അതിന്റെ ഉദ്ദേശം ഈ 80ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു, അതാണ് ഉദ്ദേശം എന്നാണ്. അല്ല അവിടെ ബൈത്ത് കൊണ്ട് ഉദ്ദേശം കപ്പൽ എന്നാണ്. പിന്നെ അഭയം അതാണല്ലോ. അതുകൊണ്ട് ആ വീട് ഉദ്ദേശം കപ്പല. ആ കപ്പലിൽ കയറിയവരാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. അല്ല അവിടെ ബൈത്ത് ഉദ്ദേശം അന്നത്തെ പള്ളിയാണ്. പള്ളി എല്ലാ കാലത്തുള്ളതാണ്. പള്ളി എല്ലാ കാലത്തുണ്ട്. ആ നൂഹ് നബിയുടെ കാലത്തുള്ള പള്ളിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാന്റെ ഭവനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായിരുന്നാലും അദ്ദേഹം അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരുന്നിട്ട് പിന്നെ ദ്വാരുന്നത് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും പുറത്തു കൊടുക്കണമേ. എല്ലാവർക്കും ദ്വാരക്കണം. അള്ളാന്റെ റസൂൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ ഇന്ന് രാത്രി നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും സ്നേഹം നേടിയെടുക്കണം ആയിഷ. ആയിഷ ബീവി നബിയോട് ചോദിച്ചു, നബി അതെങ്ങനെയാണ്? അള്ളാന്റെ തിരുവചനം പറഞ്ഞത്, ആയിഷ ഈ രാത്രി കിടക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണമേ. പഠിച്ചോളി സഹോദര, രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരൊറ്റവട്ടം ദ്വാരന്നാൽ മതി. മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്ന ഈ മിമ്പർ നോക്കി വെള്ളിയാഴ്ച കയറിയിട്ട് ഖുതുബണ്ടാവും. സാധാ പ്രസംഗമല്ലാതെ അൽഹംദുലില്ലാ എന്ന് അള്ളാനെ സ്തുതിക്കണം ഖതീബ്. നബിയുടെ മേലിൽ സ്വലാത്ത് നിർബന്ധം, എന്നാലേ ഖുതുബ ശരിയാവുകയുള്ളൂ. അതുമാത്രമല്ല സഹോദര, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. അത് ഖുതുബയുടെ നിർബന്ധമാണ്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തോതണം. ഖുർആനിലെ ആയത്തൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുറി പോരാ, അർത്ഥവത്തായ ഒരു ആയത്ത്. ഒരു ഭാഗം പോരാ, വിഷയം പൂർത്തിയാക്കി. അതോടുകൂടെ സഹോദര, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് മൊത്തത്തിൽ ദുആ ചെയ്യണം. എന്നാലേ ഖുതുബ ശരിയാവുകയുള്ളൂ. സാധാ പ്രസംഗമല്ലാതെ ഇനി അവിടെ കയറണമെന്നില്ല. സാധാ പ്രഭാഷണത്തിന് ഈ ജാതി നിബന്ധനകളൊന്നുമില്ല. ഹംദും സലാത്തും തഖ്വ കൊണ്ട് വസിയത്തും. എത്ര പ്രസംഗം കലക്ടറേറ്റിന്റെ മുന്നിലൊക്കെ നടക്കുന്നുണ്ട്, നമുക്കാർക്കും വരാതില്ല. പുത്തൻ പ്രസ്ഥാനക്കാർ പറയും ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ച വർത്താനം പറയാറുണ്ട്. അറിയാത്തത് കൊണ്ടാണ്. സഹോദര, ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലെ മുഅ്മിനീങ്ങൾക്ക് മൊത്തത്തിൽ ദ്വാരക്കണം. അവസാനം അതിൽ നിന്ന് വലിയൊരു പാഠം നമുക്കുണ്ട്. അള്ളാന്റെ തിരുദൂതരും പഠിപ്പിച്ചത് തന്നെ. അവ എല്ലാ പ്രവാചകന്മാരുടെ നിലപാട് ഇതാണ്. നമ്മളെ കാര്യം പൊറുക്കലിന് തേടണം. മാതാപിതാക്കളെ ദോഷം പൊറുക്കാൻ ദ്വാരക്കണം. മുഅ്മിനീങ്ങളുടെ മൊത്തം ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവോട് നമ്മൾ പറയണം. എന്നിട്ട് നമുക്കെന്ത് ചിന്തിക്കരുത്. റബ്ബിന്റെ കൽപ്പന നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്കതിന് വലിയ പ്രതിഫലം. അതിക്രമകാരികളായ ആളുകൾക്ക് നാശത്തിനെ അല്ലാതെ വർദ്ധിപ്പിക്കരുത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു. ഇതന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല ആളുകൾ, നല്ല സഹസാണ് നമ്മുടെ ഇന്നത്തെ സഹസ്. ഇതുപോലെ ഇന്നൊരാശങ്ക ഉണ്ടായിരുന്നു, നല്ല റാഹത്താണ്. ഇതേപോലെ നിലനിർത്തണം. അൽഹംദുലില്ലാ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നിരാശ വേണ്ട. സിനിമാ ഹാളിലേക്ക് ആളുകൾ ഒഴുകുന്നത് പോലെ സുബഹിക്ക് പള്ളിയിലേക്ക് ക്ലാസ്സിന് വരണമെന്ന് നമ്മൾ വാശി പിടിക്കണ്ട, നടക്കൂല. നിരാശപ്പെടണ്ട. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് ആളുകൾ നന്നാകാത്തത് കൊണ്ട് നൂഹ് നബി അള്ളാഹു ആക്ഷേപിച്ചില്ല. എന്താ ചെയ്തത്? സ്ഥാനക്കയറ്റം കൊടുത്തു. ഉലുൽ അസ്മുകളിൽ ഒരാളാക്കി മാറ്റി. ഉലുൽ അസ്മുകളിൽ ഒരാളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുൽ അസ്മുകളിൽ ഒരാളാക്കി.
സ്ഥാനക്കയറ്റം കൊടുത്തു. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ വഴി കാണിക്കുന്ന ആളുകൾ മാത്രമാണ്. വഴി കാണിക്കുന്ന ആളുകൾ മാത്രം. ഹിദായത്ത് കൊടുക്കുന്ന അള്ളാഹുവാണ്. നമ്മൾ വഴികാട്ടികൾ മാത്രം. അബൂ ത്വാലിബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പൻ വല്ലാതെ സ്നേഹിച്ചു. ഇസ്ലാം സ്വീകരിച്ചില്ല. അബൂ ത്വാലിബിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ റസൂൽ ഇങ്ങനെ കരഞ്ഞു. അള്ളാഹു എന്താ പറഞ്ഞത്? നബിയെ, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. നബിയോട് റസൂലിന് അത്രയും സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ അബൂജഹൽ സമ്മതിച്ചില്ല, ചെല്ലരുത് എന്ന് പറഞ്ഞു. റസൂൽ കിണഞ്ഞു ശ്രമിച്ചു, അബൂജഹലും കിണഞ്ഞു ശ്രമിച്ചു, ചെല്ലാൻ സമ്മതിച്ചില്ല. റസൂൽ കരഞ്ഞുപോയി. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല നബി, അത് ഞാനാ കൊടുക്കുന്നത്. എല്ലാം ടെൻഷനാണ്, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഹിദായത്ത് കൊടുക്കുന്നത് നമ്മളും അതാണ് നിർവഹിക്കുന്നത്. നൂഹ് നബിയുടെ സംഭവത്തിൽ നമ്മൾ പഠിക്കണം. ഒരു പ്രവാചകനാണ്. 9.5 നൂറ്റാണ്ട് കഠിനാധ്വാനം ചെയ്തിട്ട് 100 ആളുകളെ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കുറ്റല്ല, അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിച്ചു. നമ്മളും അങ്ങനെ തന്നെ. മഹലിലൊക്കെ എല്ലാവരും കൂടിയാണ് ഒത്തു മക്കളാകണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്നവർ നമ്മളെ പണിയെടുക്കണ്ടേ? നന്നാക്കാനുള്ള എല്ലാ പണികളും കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ളവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് വിടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ സൂറത്തിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിർവഹിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽ മഅാരിജ് സൂറത്താണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഔഷാദേ, നമ്മുടെ വാഹനങ്ങൾ കാരണം അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലല്ല. ഒന്ന് നോക്കിക്കളെ വണ്ടിക്കാർക്ക്. أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവേ, നിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഇരുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ, പഠിക്കുന്നതിന്റെ, പറയുന്നതിന്റെ, കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഖൈറു ഉമ്മയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, എന്റെ സമുദായത്തിലെ ഏറ്റവും ഉന്നതർ ഖുർആൻ വാഹകരാണെന്ന് പുണ്യനബി
പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ പാവപ്പെട്ട ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ സ്വീകരിക്കണേ റഹ്മാനെ. അങ്ങനെയുള്ള ദിക്റുകളുടെ മഹത്വം കാരണം പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് പുണ്യനബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പുണ്യനബിയുടെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യനബിയുടെ റൗള സന്ദർശിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനെ.